ശരി, വളരെയധികം നന്ദി ശ്രീ ബി ജയരാജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ കൂടെ ചേരുന്നുണ്ട്. ശ്രീകുമാർ, നോക്കൂ, ഈ ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദമായതാണ്. എന്നാൽ CPM ഇതൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു ഈ വാർത്തകളൊക്കെ വ്യാജമാണെന്നും ഈ വീണയ്ക്കെതിരെ നടക്കുന്നത് മാധ്യമ വേട്ടയാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പ്രതിരോധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് SFIOയുടെ തന്നെ റിപ്പോർട്ടുകളാണ്. അതായത് ഇത്തരത്തിലൊരു സേവനം CMRL എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും ഒരു സേവനം CMRL ലഭിച്ചെന്ന് വീണ തന്നെ വ്യക്തമാക്കിയെന്നുള്ള വിവരമാണ് SFIO റിപ്പോർട്ടിലുള്ളതെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പ്രതികരിച്ച ബി ജയരാജ് പറയുന്നത് ഇതും വ്യാജമാണ് എന്നാണ്. ഇത്തരത്തിലൊരു മൊഴി അത് വീണ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇതിലെ CPMന്റെ നേതാക്കളാണെങ്കിലും വക്താക്കളാണെങ്കിലും അവർക്ക് അവരുടെ പാർട്ടി പറഞ്ഞിട്ടുള്ളത് എന്ത് കാര്യത്തിൽ നിങ്ങൾ നുണ ഒരു ആയുധമാക്കിക്കൊണ്ട് പ്രതിരോധിക്കണം എന്നാണ്. എന്തും ഇല്ല 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 എന്ന് പറയാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ശ്രീ ജയരാജ് അടക്കം അതിൽ വീണു പോകുന്നു എന്നുള്ളത് വേറൊരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഇതിലിപ്പോ ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? തെളിവ് കൊടുക്കുന്നതും CPM തന്നെ, തെളിവില്ലെന്ന് പറയുന്നതും CPM തന്നെയല്ലേ? നോക്കൂ, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടിൽ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ക്രമക്കേട് കണ്ടെത്തുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നം ഉയരുന്നത്. ആ ക്രമക്കേട് എന്താണ്? ചെയ്യാത്ത സേവനത്തിന് വീണ വിജയന്റെ സ്ഥാപനം ഇത്ര രൂപ കൈപ്പറ്റി. എന്ത് സേവനമാണ് കൊടുത്തതെന്നാണ് അവർ ചോദിച്ചത്. അത് പ്രതിപക്ഷവും ചോദിച്ചു. അപ്പൊ CPM എന്താ പറഞ്ഞത്? അതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് മുഖ്യമന്ത്രിക്കെതിരായ നീക്കമാണ്, ഗൂഢാലോചനയാണ്, കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങനെയാണെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം. അതിനുശേഷം ഇത് കോടതിയിലേക്ക് എത്തിയല്ലോ. കോടതിയിലേക്ക് എത്തിയപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം തടയണം, SFIOയുടെ അന്വേഷണം തടയണം എന്ന് പറഞ്ഞിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതാരാ? മുഖ്യമന്ത്രിയുടെ മകള്. അതിനുശേഷം ഹർജി തള്ളിക്കളഞ്ഞു. SFIO അന്വേഷണം നടത്തി. കേരള ഹൈക്കോടതിയിൽ കോൺഗ്രസ് നേതാവ് കുഴൽനാടൻ ഒരു ഹർജി കൊടുത്തു, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട്. അത് തള്ളി. എന്നിട്ട് എന്താ കോടതി പറഞ്ഞത്? ഇത് രാഷ്ട്രീയ പ്രേരിതം അല്ല, ഈ കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതം അല്ല. തെളിവ് നൽകുകയാണെങ്കിൽ തെളിവ് ഹാജരാക്കിയിട്ട് വീണ്ടും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. അന്ന് CPM 2 ദിവസത്തെ ആഘോഷം പ്രഖ്യാപിച്ചു. തള്ളിക്കളഞ്ഞു, എല്ലാവരും പറഞ്ഞ് തെറ്റായി പോയി, മാധ്യമ ഗൂഢാലോചന. അതിനുശേഷം SFIOയുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നപ്പോൾ അതില് നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു മൊഴി വീണ വിജയന്റെ ഒരു മൊഴി എന്ന് ഇന്ന് മാധ്യമങ്ങൾ കാണുന്ന കാര്യമേ എനിക്കറിയുള്ളൂ. ആ മാധ്യമങ്ങൾ കാണുന്നത് നുണയായിരിക്കില്ലെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അതായത് CMRLന് ചെയ്യാത്ത സേവനത്തിന് എന്തിന് അവരിൽ നിന്നും പണം സ്വീകരിച്ചു, സേവനം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുള്ളൂ. അതിന് ശ്രീമതി വീണ വിജയൻ ഇപ്പോൾ പറയുന്നു ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതല്ലേ ശരിയായത്? അതിലെന്ത് ഗൂഢാലോചനയുള്ളത്? അപ്പൊ CPM എന്നാലും പറയുക എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഗൂഢാലോചന. കാരണം അവർക്ക് ഇപ്പോഴത്തെ പുതിയ നയം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം നുണയാണെന്ന് 1000 വട്ടം പറയുക. അവർ 2 ദിവസം ഇങ്ങനെ പറയുമ്പോൾ 3ാമത്തെ ദിവസം വേറൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തക്കിടയിൽ ഇതങ്ങ് മുങ്ങിപ്പോകും. അതാണ് അവരുടെ പുതിയ സ്റ്റൈല്, പുതിയ നയം, പുതിയ സമീപനം. അവരത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നല്ലേ ഇപ്പൊ ശ്രീ ജയരാജ് പറഞ്ഞത്. അതൊക്കെ തന്നെയാണ് ഇവിടെയും പ്രശ്നം. ഗവൺമെന്റിന്റെ നയം എന്തായിരുന്നു, പരിപാടി എന്തായിരുന്നു? ഇപ്പോൾ നടക്കുന്ന മന്ത്രിസഭാ വാർഷികത്തിന് 100 കോടി രൂപ ചെലവാക്കുമ്പോൾ ആശാവർക്കന്മാർ ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് എന്താ പൈസ തരാത്തത്, അംഗൻവാടി ടീച്ചർമാർ ചോദിക്കുന്നത് അതാണ്, വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തതിനാണ്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ അവരത് അതനുസരിച്ച് ചെയ്യും എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവ് പാലക്കാട് UDFന്റെ ഭൂരിപക്ഷം 3000 ആയിരുന്നത് 18000 ആയി. 15000 വോട്ടുകൾ, 15000 ജനങ്ങള് ഗവൺമെന്റിന്റെ സൽപ്രവൃത്തി കണ്ടിട്ടാണല്ലോ വോട്ട് ചെയ്തത്. അപ്പൊ അവരെതിരായിട്ടാണല്ലോ വോട്ട് ചെയ്തത്. ആ സൽപ്രവൃത്തി എന്ന് പറഞ്ഞ് ഇവര് പൊക്കിപ്പിടിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അത് ഗവൺമെന്റ് വിരുദ്ധ സമീപനമാണ് ജനങ്ങൾക്കുള്ളത്. കാരണം എന്താണ്? ജനങ്ങളുടെ മുമ്പിലുള്ളത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ തന്നെ 100 കോടി ചിലവാക്കിയിട്ട് മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലും പോവാ. എന്തിനാ പോകുന്നത്? അദ്ദേഹം പറയുന്നത് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ. അങ്ങനെയാണെങ്കിൽ നവകേരള സദസ് കാലത്ത് സംബന്ധിച്ച രീതിയൊക്കെ നമുക്ക് അറിയാമല്ലോ. തലക്കടിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ രീതി നമുക്ക് അറിയാമല്ലോ. അന്ന് മേടിച്ച പരാതികൾ പോയി ആ പരാതികൾ എത്ര എണ്ണം പരിഹരിച്ചു, അതൊക്കെ വല്ല ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല.
അപ്പൊ ഇതൊക്കെ ഇവരുടെ ധാരണ ജനറെല്ലാം മറക്കുമെങ്കിൽ ധാരണയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ SFIയുടെ കുറ്റപത്രത്തിൽ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞത് ശരിയായിരിക്കുന്നു, അത്രേ അതിൽ പ്രശ്നമുള്ളൂ. ഇത് പ്രതിപക്ഷമല്ലല്ലോ, വിഷയം കൊണ്ടുവന്നത് പ്രതിപക്ഷമല്ല. ഈ വിഷയം എന്താണ്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം ഒരു വാർത്തയായി വന്നു. ആ വാർത്തയിലെ 2 കമ്പനികളുടെ ഉടമസ്ഥർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ എന്തിന് CPM ഇടപെട്ടു? അപ്പൊ CPM പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരായ വളഞ്ഞ വഴിയുടെ നീക്കമാണെന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നു, PV എന്ന അക്ഷരത്തിന്റെ അതിന്റെ ഉടമസ്ഥൻ ആരാണ്? CPM പറഞ്ഞു പിണറായി വിജയൻ അല്ല. ആയിക്കോട്ടെ, ശരി. പക്ഷെ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ 1 മാസം മുമ്പ് പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഇത് എനിക്കെതിരായിട്ടുള്ള അന്വേഷണമായിട്ട് മാറുകയാണ്, എന്നെ ബന്ധപ്പെടുത്തിയാണ് അന്വേഷണം. അപ്പൊ അവിടെ PV ആരാണെന്നുള്ളത് പരോക്ഷമായി സമ്മതിക്കലാണോ എന്നൊരു ചോദ്യം നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇവര് തന്നെയാണ് എല്ലാം പറയുന്നത്. ഇവര് തന്നെ സ്വയം കുഴിക്കുന്നു, ഇവര് തന്നെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു നുണ അത് സത്യമാക്കി മാറ്റണമെങ്കിൽ 1000 നുണ പറയണം. നേരെ മറിച്ച് ഒരു യാഥാർത്ഥ്യം പറയാനായിട്ട് ആ യാഥാർത്ഥ്യം മാത്രം പറഞ്ഞാൽ മതി. പ്രതിപക്ഷം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, എന്താണ് ഇക്കാര്യത്തിലുള്ള ദുരൂഹത മുഖ്യമന്ത്രിയും മകളും പാർട്ടിയുമാണ് നീക്കേണ്ടതെന്ന്. പക്ഷെ പാർട്ടി പറയുന്നത് എന്താണ്, അങ്ങനൊന്നും ഇല്ല, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിയിക്കണ്ടേ? ഇനി ഇതിൽ പാർട്ടി പെട്ടുപോയി. എങ്ങനെയാണ് പാർട്ടി പെട്ടുപോകുന്നത്? വീണ വിജയൻ തന്നെ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം പാർട്ടി എന്താണോ പറഞ്ഞത് അതിനുള്ള നിഷേധം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തോ എവിടെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് തീർക്കേണ്ടതെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്, പാർട്ടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.